നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞതുപോലെ സൗദി അറേബ്യയും US-ഉം ഒരു ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ ഡീൽ അനുസരിച്ച് സൗദി അറേബ്യയ്ക്ക് സമാധാന ആവശ്യങ്ങൾക്കായി ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കാം. അവിടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് വരും. അത് അമേരിക്കൻ കമ്പനികളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് അവിടെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ച് ബിസിനസ്, സൗദി അറേബ്യയെ സംബന്ധിച്ച് ന്യൂക്ലിയർ പവർ അവരുടെ ലാൻഡിലെത്തുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ ഒക്കെ അതിനെ സംബന്ധിച്ച് അവർക്ക് അപ്രിഹെൻഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം അനുവദിക്കാമോ? അപ്പം ട്രംപിൻ്റെ ഉത്തരം ഇത് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, പവർ ജനറേഷന് വേണ്ടി മാത്രം ഉള്ള ന്യൂക്ലിയർ എനർജിയുടെ ഉപയോഗമാണ്, അല്ലാതെ എൻറിച്ച്മെൻ്റ് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള ഉത്തരം. അപ്പോൾ ഇതിൽ നിരീക്ഷകരായിട്ടുള്ളവർ പറയുന്നത് എല്ലാ രാജ്യങ്ങളും സമാധാന ആവശ്യത്തിന് എന്ന് വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. പിന്നീട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിൽ നിന്ന് ലഭിക്കുന്ന എൻറിച്ച്ഡ് യുറേനിയം അതിനെ ഫർദർ എൻറിച്ച് ചെയ്ത് അത് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിലേക്ക് പോകുന്നതാണ് സാധാരണ രീതി എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അമേരിക്കയിലും ഇസ്രായേലിലും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കിടയിലും അറബ് രാജ്യങ്ങൾക്കിടയിലും ഒക്കെ ഡിസ്കഷനായ ഒരു വിഷയമാണ്. അതിനിടയിലൂടെ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു പാക്റ്റിലെത്തിയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു മിലിറ്ററി അണ്ടർസ്റ്റാൻഡിങ്, സൗദി അറേബ്യയെ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിൽക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനിടയിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യയുടെ വളരെ നാളായിട്ടുള്ള അവരുടെ ഒരു റിക്വസ്റ്റും താല്പര്യവും ഒക്കെയാണ് അവർക്ക് ന്യൂക്ലിയർ പവർ വേണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇറാൻ ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സൗദി അറേബ്യയുടെ താല്പര്യം എന്നുള്ളതും 100% ഉറപ്പാണ്. അല്ലാണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളതൊന്നും സൗദി അറേബ്യയെ ഭയപ്പെടുന്ന കാര്യമല്ല. കാരണം ഇസ്രായേൽ ഒരിക്കലും നിരുത്തരവാദപരമായി ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയില്ല എന്ന് 100% എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. നേരെ മറിച്ച് ഇറാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ല. അത് അവർ ആരുടെ നേരെ എപ്പോൾ വേണം പ്രയോഗിക്കുമെന്നുള്ളത് ഈ യുദ്ധത്തിലുള്ള അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ നിശ്ചയമായും അവർ പണ്ടെടുത്ത് പ്രയോഗിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു 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 ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് ന്യൂക്ലിയർ ഫെസിലിറ്റി വേണം എന്നുള്ള സൗദി അറേബ്യയുടെ താല്പര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു താല്പര്യത്തിന് ഈ പറഞ്ഞ സമാധാന ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റി കൊണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരും ഭാവിയിൽ ന്യൂക്ലിയർ വെപ്പൺസിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഊഹിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആംസ് റൈസ് എന്ന് പറയുന്നൊരു സംഗതി, അതായത് ആരുടെയിലാണ് പിന്നെ കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത് എന്ന ഒരു സംഗതി. കാരണം ന്യൂക്ലിയർ വെപ്പൺ തനിക്കിട്ട് ഉപയോഗിച്ചാൽ തിരിച്ചുപയോഗിക്കാനുള്ള ശേഷി മറ്റേ രാജ്യത്തിനുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. അതിനെയാണ് നമ്മൾ ആം റൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ട്രംപ് അതിനിടയിലൂടെ തൻ്റെ ട്രംപ് കാർഡ് ഇറക്കി. സാധനം ട്രംപിന് എപ്പോഴും അങ്ങനെ ട്രംപ് കാർഡ് എന്നുള്ള സാധനം പുള്ളി എടുക്കാം. അപ്പോൾ ആ സാധനം പുള്ളി ഇറക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു, ശരിയാണ്, ഇത് സൗദി അറേബ്യയ്ക്ക് നമ്മൾ പീസ് പർപ്പസിന് മാത്രം എൻറിച്ച്മെൻറ്റ് ചെയ്യുകയില്ല എന്നുള്ള കണ്ടീഷനിൽ പീസ് പർപ്പസിന് വേണ്ടി മാത്രം ന്യൂക്ലിയർ ഫെസിലിറ്റി ഉപയോഗിക്കാനുള്ള സംവിധാനം നൽകുന്നു. പക്ഷേ അത് ലഭിക്കുന്നതിന് മുൻപ് സൗദി അറേബ്യ അബ്രാഹാം അക്കോർഡ്സിൽ ഒപ്പിടണം. ഇതാണ് ട്രംപ് ഉപയോഗിച്ച ട്രംപ് കാർഡ്. ഇപ്പോൾ ഈ അബ്രാഹാം അക്കോർഡ്സ് നമുക്കറിയുന്നത് പോലെ ട്രംപിൻ്റെ കഴിഞ്ഞ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതായത് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ സന്ധിയിലെത്തുന്നു എന്നുള്ളതാണ് ആ അബ്രാഹാം അക്കോർഡ്സിൻ്റെ അടിസ്ഥാനപരമായ സംഗതി തന്നെ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി നമുക്കറിയാവുന്നതുപോലെ അറബ് രാജ്യങ്ങളുടെ കൂട്ടത്തിലും ബഹ്റൈനും UAE-യും ഒക്കെ അത് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. മൊറോക്കോയും സുഡാനും കസാക്കിസ്ഥാനും ഒക്കെ ഈ അബ്രാഹാം അക്കോർഡ്സിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പം മറ്റ് അറബ് രാജ്യങ്ങൾ, നമ്മൾ പറയുന്ന GCC രാജ്യങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈനും മാത്രമാണ് ഇതിനകത്ത് ഒപ്പിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ സൗദി അറേബ്യ ഇതിനകത്ത് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കീ ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഈ അബ്രാഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള ഒരു പാക്റ്റാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പാലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഫോർമേഷനോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് അത് നടക്കാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ കുറച്ച് സ്ഥലം പാലസ്തീനികൾക്ക് താമസിക്കാൻ കിട്ടിയാലും മതി എന്നുള്ള ഒരു സംഗതിയിലേക്ക് എത്തുകയും അങ്ങനെ പാലസ്തീനികൾക്ക് കൊടുത്ത സ്ഥലം പോരാ എന്ന് പറഞ്ഞ് പിന്നെ വാദിച്ച് നിൽക്കുകയും പലസ്തീൻ അനുവദിക്കാൻ പലപ്പോഴും തയ്യാറായിരുന്നു. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ തന്നെയാണ് അത് അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നത്.
പിന്നീട് അവസാനം ഇസ്രായേലിനെ ഒരു തരത്തിലും നേരിടാനാവുകയില്ല എന്ന് 1971 യുദ്ധത്തോടെ മനസ്സിലായ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള അറബികൾക്ക് വസിക്കാൻ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം വേണം. ഇപ്പോൾ പാലസ്റ്റീൻ എന്ന് പറഞ്ഞ രാജ്യം ഗാസയും ഈ വെസ്റ്റ് ബാങ്കോട് ചേർന്നാണ്, അത് തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഇല്ല. ആദ്യം ഈ 1948 ഇത് അറബികൾക്കും ഇസ്രായേൽക്കാർക്കുമായിട്ട് വീതം വെച്ച് കൊടുത്ത സമയത്ത് ഇത് ഒന്നിച്ചു കിടന്ന സ്ഥലമാണ്. ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലവും വെസ്റ്റ് ബാങ്കും അന്ന് ഒന്നിച്ചാണ് കിടന്നിരുന്നത്. പിന്നീട് യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ പിടിച്ചെടുത്താണ് ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ 1948 യുദ്ധത്തിൽ തന്നെ ആക്ച്വലായിട്ടുള്ള വീതം വെപ്പിൽ 52% യൂതന്മാർക്കും ബാക്കി 48% അറബികൾക്കുമായിട്ടാണ് 1948 UN അത് വീതം വെച്ച് കൊടുത്തത്. ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. 48% സ്ഥലം അറബികളുടെ കയ്യിലിരുന്നതിനെ അന്തസ്സായിട്ട് അവിടെ ജീവിക്കായിരുന്നു. അപ്പോൾ അത് അംഗീകരിക്കാതെ ഇത് മുഴുവൻ വേണമെന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് യുദ്ധത്തിന് പോയി. എന്താ സംഭവിച്ചത്? അവർ ആ കിട്ടിയ സ്ഥലത്ത് നിന്ന് കുറേ കൂടെ പിടിച്ചെടുത്തു. അറബികൾക്ക് UN അനുവദിച്ചു കൊടുത്ത സ്ഥലത്തിൻ്റെ കൂടെ നിന്ന് കുറേ അങ്ങ് പിടിച്ചെടുത്ത് 78% ജൂതന്മാരുടെ കയ്യിലും 22% അറബികളുടെ കയ്യിലും എന്ന നിലയിലാണ് 1948 തന്നെ യുദ്ധം അവസാനിച്ചത്. അപ്പോൾ ആ 78% ഇസ്രായേൽ പിടിച്ചെടുത്ത് കളഞ്ഞു അതിനകത്ത്. പിന്നെ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ 22% എങ്കിലും ഒരു പാലസ്തീനായിട്ട് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ള വാദമാണ് പിന്നീട് 1970 ശേഷം പിന്നീട് വന്നത്. അപ്പോൾ ഇസ്രായേൽ അത് പലവട്ടം തയ്യാറായിരുന്നു, ക്യാമ്പ് ഡേവിഡിലൊക്കെ തയ്യാറായിരുന്നു. പക്ഷേ പല അറബ് രാജ്യങ്ങളും അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം അവരെ സംബന്ധിച്ച് ജെറുസലേം എന്ന് പറഞ്ഞൊരു കിറാമുട്ടി അവിടെ നിൽക്കും. ജെറുസലേം വേണം. അപ്പോൾ ജെറുസലേം ഒരു തരത്തിലും ഇസ്രായേൽ വിട്ടുകൊടുക്കുക. അപ്പോൾ ജെറുസലേം പൂർണ്ണമായിട്ട് തങ്ങളുടേതാണ് എന്നുള്ളതാണ് അന്നത്തെ അവരുടെ സ്റ്റാൻഡ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്കറിയാം ഗാസയുടെ 60% പിന്നീടും ഇസ്രായേൽ പിടിച്ചെടുത്തു. വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് 80% ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം അറബ്സിൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഗതി ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്ന് ഇസ്രായേൽ പറയുന്നത്. ലോകരാജ്യങ്ങളൊക്കെ തന്നെയും പാലസ്തീൻ അംഗീകരിക്കണം എന്ന് പറയുമ്പോഴും ഇസ്രായേലിൻ്റെ നിലപാട് പാലസ്തീനെ അംഗീകരിക്കാൻ കഴിയില്ല. തങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഭീകരപ്രവർത്തനവുമായി നിൽക്കാൻ ഒരു കൂട്ടരെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഇറാനെ പോലത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പാലസ്തീനിൽ വസിക്കുന്ന ആളുകളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കുക, ജൂതന്മാരെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി തങ്ങളുടെ വീട്ടുമുറ്റത്ത് പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നയം. അപ്പോൾ ഈ സൗദി അറേബ്യ ഇത്രയും കാലവും സൗദി അറേബ്യ ഏകദേശം അബ്രാഹാം അക്കോർഡിനോട് ഒപ്പിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു 2023 കാലഘട്ടത്തിൽ. അങ്ങനെ സൗദി അറേബ്യ അബ്രാഹാം അക്കോർഡ്സിൽ ഒപ്പിട്ടേക്കും എന്ന ഭയം വല്ലാതെ വന്ന സമയത്താണ് ഹമാസ് ഇസ്രായേലിനെ കയറി ആക്രമിച്ചത്. ആ ഒപ്പിടിൽ തടയുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രഥമവും പ്രാഥമികവുമായ ലക്ഷ്യം. അബ്രാഹാം അക്കോർഡിലേക്ക് സൗദി അറേബ്യ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങളുടെ മതപരമായ തലസ്ഥാനം സൗദി അറേബ്യ ആയിരിക്കെ സൗദി അറേബ്യ അബ്രാഹാം അക്കോർഡ്സിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാലസ്തീൻ എന്നുള്ള വാദത്തിന് ലോകത്തിൽ ഒരിടത്ത് ശബ്ദമുണ്ടാവുകയില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് സൗദി അറേബ്യയിൽ ഒപ്പിട്ടേക്കും എന്ന് ഭയന്നിട്ടാണ് ഇറാൻ പെട്ടെന്ന് പിരികേറ്റി ഹമാസിനെ കൊണ്ട് 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തിച്ചതും ഭീകരപ്രവർത്തനം നടത്തിച്ചതും 10,200 ആളുകളെ കൊന്നതും പരപ്പരെ പിടിച്ചുകൊണ്ട് പോയത് ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അത് ഇപ്പോഴും സൗദി അറേബ്യ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കഴിഞ്ഞ നാളുകളിൽ പോലും പറഞ്ഞുകൊണ്ടിരുന്നത്, പാലസ്തീനെ അംഗീകരിക്കാതെ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം വേർതിരിച്ചു കൊടുക്കാതെ തങ്ങൾ അബ്രാഹാം അക്കോർഡ്സിൽ ഒപ്പിടുക ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് ഇവരുടെ മുൻപിൽ വെച്ചിട്ടുള്ള ട്രംപ് കാർഡ്, നിങ്ങൾക്ക് ന്യൂക്ലിയർ എനർജിയുടെ സൗകര്യം വേണോ, അല്ല പാലസ്തീൻ അക്കോർഡിൽ ഒപ്പിടുന്നു എന്നുള്ളതാണ്. എന്തായാലും സൗദി അറേബ്യ പിന്നെ അബ്രാഹാം അക്കോർഡ്സിൽ ഒപ്പിടുകയില്ല എന്ന് ഇത്തവണ പറഞ്ഞിട്ടില്ല. ഇതുവരെ പ്രസ്താവന വന്നിട്ടില്ല. ഈ ന്യൂക്ലിയർ ഡീല് ഉണ്ടായിട്ടുള്ളത് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഈ ട്രംപിൻ്റെ ഈ പറഞ്ഞ സംഗതി ഇന്നലെയാണ് അദ്ദേഹം ആദ്യം അബ്രാഹാം അക്കോർഡ്സിൽ ഒപ്പിടണം, അതിനുശേഷമാണ് ഈ ന്യൂക്ലിയർ ഡീൽ വരിക എന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് സൗദി അറേബ്യയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സൗദി അറേബ്യയുടെ പ്രതികരണം 90% പോസിറ്റീവ് ആവാനാണ് സാധ്യത. കാരണം അവരെ സംബന്ധിച്ച് ഒരു ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പാലസ്തീൻ എന്ന് പറയുന്നത് പൂവിടാത്തൊരു സ്വപ്നമാണെന്നുള്ളത് കോമൺ സെൻസുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കാരണം ഇസ്രായേൽ അംഗീകരിക്കുകയില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. ഇന്നത്തെ ഒരു ശാക്തിക സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ എന്ന് പറയുന്നൊരു സംഗതി പിടിച്ചു പറിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്, ആരെ കൊണ്ട് സാധിക്കില്ല. ഇപ്പോൾ ഇറാൻ്റെ ആ ഒരു വലിയ സ്വപ്നം ഇറാൻ പ്രയോഗിച്ചു നോക്കിയതാണ് ഇപ്പോൾ കണ്ടത്. 2023 ഒക്ടോബർ 7 അവർ തുടങ്ങി വെച്ച അവരുടെ പാലസ്തീൻ സ്വപ്നമാണ് ഇപ്പം ഇന്ന് ഈ നിലയിൽ വന്ന് നിൽക്കുന്നത്. ഇറാൻ്റെ മണ്ണിൽ 13-ാം ദിവസം ഇന്നലെയും മാസീവായിട്ടുള്ള അറ്റാക്ക് അമേരിക്ക നടത്തിയിട്ടുണ്ട്. 13-ാം ദിവസവും ഇന്നലെ ബോംബിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പല ഇന്നലെയും അക്രോസ് ഇറാനാണ്. നമ്മളിതിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ ആ പേർഷ്യൻ ഗൾഫിൻ്റെ ചുറ്റുവട്ടത്തിൽ മാത്രമല്ല ബോംബിംഗ്, അതവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്.
അവരുടെ ഈ പെർഷ്യൻ ഗൾഫിനെ ആക്രമിക്കാനുള്ള ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അത് നടക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഖുഷേസ്താൻ, മർഗാസി, ലോറൻസ്റ്റാൻ, ദെൻ ഹമോസ്ഗാൻ എന്ന് പറയുന്നത് ഹോർമുസ്ഗാൻ എന്ന് പറയുന്നത് ആ ഹോർമുസിൻ്റെ അടുത്ത് തന്നെയുള്ള പ്രോവിൻസാണ്. ദെൻ ഖോണ്ടാബ്, ദെൻ ഖൊറമാബാദ്, ഖോനാർക്ക്, ജാസ്ക്, ഇൻക്ലൂഡിങ് ടെർഹാൻ, അവരുടെ തലസ്ഥാനം അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്നലെയും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും മാർക്ക് ചെയ്ത് വെച്ച ഏരിയകൾ, ഇന്നലെ ആക്രമിച്ച സ്ഥലം ഇന്ന് ആക്രമിക്കുന്ന സ്ഥലം വേറെ സ്ഥലമാണ്. അപ്പോൾ പതുക്കെ പതുക്കെ ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ വാദത്തിന് വേണ്ടി തുടങ്ങിയ 1948 തുടങ്ങിയ ആ സംഗതി അറബ് രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച ശേഷം ഇറാൻ പിന്നെ ഏറ്റുപിടിച്ചു. 1979 ശേഷമാണ് ഇറാൻ അത് ഏറ്റുപിടിക്കുന്നത്. അതിനു മുമ്പ് അറബ് രാജ്യങ്ങളായിരുന്നു. 1979 ആയപ്പോഴത്തേക്കും അറബ് രാജ്യങ്ങൾക്ക് മതിയായി, തങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ള നിലയിലേക്ക് അവരെത്തി. അപ്പം അത് ഇറാൻ അതിന് ചാമ്പ്യനായി. അങ്ങനെ ലോക ഇസ്ലാമിൻ്റെ തലപ്പത്ത് തങ്ങൾക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇറാൻ അതിനകത്തുണ്ടായിരുന്നത്. കാരണം പാലസ്തീനെ ഫോം ചെയ്യിക്കാൻ തങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ പിന്നെ മെക്കയും മദീനയും ഒന്നും അല്ല, ഇസ്ലാമിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇറാൻ ആയിരിക്കും എന്നുള്ളത് അവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇറാൻ അന്ന് മുതൽ നടത്തിയത്. അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്നലെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി US ഈ ആക്രമണത്തെ വളർത്തുമോ എന്നുള്ള വലിയ ഒരു 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 സംശയം ഉടലെടുക്കുന്നുണ്ട്. കാരണം വലിയ തോതിലുള്ള ആക്രമണ സന്നാഹങ്ങൾ US ഈ ഭാഗത്തേക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലൂടെ ട്രംപിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തിയാടിയിട്ടുണ്ട്. ഈ ചെറിയ അടി കൊണ്ടൊന്നും ഇറാൻ പഠിക്കുന്ന ലക്ഷണം കാണുന്നില്ല, കുറച്ച് വലിയ അടി കൊടുക്കേണ്ടി വരും എന്ന ഒരു വാക്ക് ഇന്നലെ അദ്ദേഹം ഒരു ന്യൂസ് ഏജൻസിയോട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ അവരുടെ B-1 ബോംബേഴ്സ്, അമേരിക്കയുടെ B-1 ബോംബേഴ്സ് ഇന്നലെ അമേരിക്കയിൽ നിന്ന് അവരുടെ UK മിലിറ്ററി ബേസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ധാരാളം മെഡിക്കൽ സ്റ്റാഫിനെ ജർമ്മനിയിലുള്ള അമേരിക്കയുടെ വിവിധ ബേസുകൾ, ജർമ്മനി അവർക്ക് പല ബേസുകളുണ്ട്, ആ ബേസുകളിലേക്ക് ധാരാളം മെഡിക്കൽ സ്റ്റാഫിനെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ നമുക്കറിയാവുന്ന B-52 ബോംബേഴ്സ് ഉണ്ട്, B-1 ബോംബേഴ്സ് ഉണ്ട്, B-2 സ്പിരിറ്റ് ബോംബേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഓരോരോ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഇതിലേറ്റവും വേഗത്തിൽ സൂപ്പർസോണിക് ആയിട്ടുള്ള ബോംബറാണ് ഈ B-1 ബോംബർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള B-2 ബോംബേഴ്സ് എന്ന് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂക്ലിയർ ഫെസിലിറ്റി ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന B-2 ബോംബേഴ്സ്. അത് വളരെ ലോങ് ഫ്ലൈറ്റിന് ഉപയോഗിക്കുന്നതാണ്. അമേരിക്കയിൽ നിന്ന് പോയി ആക്രമിച്ച് തിരിച്ച് അമേരിക്കയിൽ എത്തുന്ന തരത്തിലുള്ള ബോംബേഴ്സാണ്. ഇതിൻ്റെ എല്ലാം ലോഡിംഗ് കേപ്പബിലിറ്റി ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഏകദേശം 36 ടൺ ബോംബുകളാണ് ഇവയ്ക്കൊക്കെ വഹിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ദൂരെ പോയിട്ട് ബോംബ് ചെയ്ത് തിരിച്ചു വരും ഈ B-2 ബോംബേഴ്സ് എന്ന് പറയുന്നത്. B-1 ബോംബേഴ്സിന് അത്രയും വലിയ റേഞ്ച് ഇല്ല, പക്ഷേ സൂപ്പർസോണിക് ഭയങ്കര സ്പീഡാണ്. വളരെ വേഗത്തിൽ താഴ്ന്നു പറന്ന് ലൊക്കേഷൻസിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് B-1 ബോംബേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി F-series വിമാനങ്ങളിലെല്ലാം മിസൈലും ബോംബും ഒക്കെ ഉണ്ട്. ഇത് വളരെ വെയിറ്റ് കൂടിയ ഹെവിയർ ആയിട്ടുള്ള ബോംബുകൾ ഉപയോഗിക്കുന്ന വിമാനങ്ങളെയാണ് ബോംബേഴ്സ് മാത്രം ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത്. അങ്ങനത്തെ 3 B-52, B-1 ആൻഡ് B-2 എന്ന് പറയുന്ന ബോംബേഴ്സാണ് ഇന്ന് അമേരിക്കൻ മിലിറ്ററി വ്യാപകമായിട്ട് യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന സംഗതി. അത് യുദ്ധത്തിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ മാത്രമാണ് ഇത്തരം ബോംബേഴ്സ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സാധാരണ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച്, F-series ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് കൃത്യമായ ലൊക്കേഷൻസ് ബോംബ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. മാസീവ് ബോംബിംഗ്, ഒരു വലിയ ഏരിയ മാസീവ് ബോംബിംഗ് ആവശ്യമായി വരുന്ന സമയത്താണ് ഈ ബോംബേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം. അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് പോകേണ്ട ബോംബുകളോ ന്യൂക്ലിയർ ബോംബുകളോ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലാണ് B-2 ബോംബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫെസിലിറ്റികൾ ഇവിടേക്ക് എത്തുന്നു. കൂടാതെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൽ ഇപ്പോൾ ഏകദേശം 70ഓളം റീഫ്യൂവലിംഗ് ഫ്ലൈറ്റുകൾ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത്. ആകാശത്ത് വെച്ച് വിമാനങ്ങൾക്ക് ഫ്യൂവൽ നിറയ്ക്കുന്ന റീഫ്യൂവലിംഗ് ഫ്ലൈറ്റുകൾ 70-നും 100-നും ഇടയിലുള്ള ഫ്ലൈറ്റുകൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പത്രങ്ങൾ ഇങ്ങനെ പറയുന്ന ന്യൂസുകളാണ്. ഇതൊന്നും ആരും എണ്ണി എടുക്കത്തൊന്നുമില്ല. ഇത്തരം ന്യൂസുകൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് ഒരു രാജ്യവും പുറത്തുവിടുകയില്ല. അപ്പം ഈ വാൾ സ്ട്രീറ്റ് ജേർണലോ അല്ലെങ്കിൽ അതുപോലുള്ള ഔദ്യോഗിക വാർത്താ ഏജൻസികൾ ഏതെങ്കിലുമൊക്കെ വിശ്വസനീയമായ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ന്യൂസുകളാണ് നമ്മളൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിലൂടെ ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കപ്പലുകളൊക്കെ ആക്രമിച്ചു, കുഴപ്പമില്ല, കപ്പലുകളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷെ നശിക്കുന്ന കപ്പലുകളുടെ എല്ലാം വില നിങ്ങളുടെ ഫ്രോസൺ അസറ്റ്സിൽ നിന്ന് ഈടാക്കി അതാത് രാജ്യങ്ങൾക്ക് കൊടുക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരാച്ചി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ നീതികേടാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് അത് പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തോന്നിയാസം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അരാച്ചി അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങൾക്ക് തോന്നിയാസം ഈ പറയുന്ന വെസൽസിനെയൊക്കെ നശിപ്പിക്കാം, പക്ഷേ തങ്ങളുടെ മുതലെടുത്ത് അതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് അരാക്സി പറയുന്നത്. അപ്പോൾ ട്രംപ് ഇന്നലെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നശിപ്പിക്കപ്പെടുന്ന ഓരോ വെസൽസിൻ്റെയും കോസ്റ്റ് കൃത്യമായിട്ട് അതാത് ഷിപ്പിംഗ് കമ്പനികൾക്ക് ലഭിക്കും.
അത് ഇറാന്റെ ഫ്രോസൺ അസറ്റ്സിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴിത് പറയാനുണ്ടായ സാഹചര്യം, ഇന്നലെ ഹൂത്തികൾ റെഡ് സീയിലേക്കുള്ള ദറ്റ് എൻട്രിയിൽ സൗദി അറേബ്യയുടെ 2 കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ ഒരു കപ്പലിനെ ആക്രമിച്ചതായിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ആക്രമിച്ചായിട്ട് വെരിഫൈ ചെയ്യുന്നില്ല. ദറ്റ് ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ദറ്റ് സ്ട്രൈറ്റ്, ഈ ദറ്റ് ഹോർമൂസ് പോലെ തന്നെയുള്ള നമ്മൾ നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞ ദറ്റ് ഗൾഫ് ഓഫ് ആദനിൽ നിന്ന് റെഡ് സീയിലേക്ക് കടക്കുന്ന ദറ്റ് ആ ബോട്ടിൽ നെക്കിൽ അവിടെയാണ് അവർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ US പറയുന്നത് അവിടെയുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ ആക്രമിച്ചോ, അവിടെ ഹൂത്തികളുടെ ആക്രമണവും ഇറാന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വരിക. ഇറാൻ പറഞ്ഞിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്ന് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും അത് ഇറാന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ പൈസയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നാണ് ട്രംപ് ഇന്നലെ പറയുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ഇറാന്റെ ഒരു കണക്കനുസരിച്ച് അവരുടെ ഫ്രോസൺ അസറ്റ്സ് എന്ന് പറയുന്നത് 124 167 ബില്യണും ഇടയിലാണ്. 164 167 ബില്യണിനിടയിലാണ് അവരുടെ ഫ്രോസൺ അസറ്റ്സ് എന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. ഒരു ജനറൽ അസസ്മെന്റ് ന്യൂട്രൽ ഏജൻസീസ് പറയുന്നത് 100 125 ഇടയിലുള്ള ഒരു ബില്യൺ ഡോളേഴ്സാണ് ഫ്രീസ് ചെയ്യപ്പെട്ടതായിട്ട് ന്യൂട്രൽ ഏജൻസികൾ പറയുന്നത്. എന്തായാലും ശരി, അമേരിക്കയുടെ ഇതുവരെയുള്ള വാർ എക്സ്പെൻസ് എന്ന് പറയുന്നത് 35 ബില്യണാണ്. അപ്പോൾ നമുക്ക് ഈ 124 മുതൽ 167 ബില്യൺ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാവും, അത് എത്ര വലിയ അസറ്റാണെന്നുള്ളത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒന്നാമത്തെ ഐറ്റമാണ് ഇത് കുറേ വിട്ടുകൊടുക്കണം എന്നുള്ളത്. അതിനകത്തൊരു 14 ബില്യൺ എങ്കിലും ഉടനെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ അവരുടെ ആദ്യത്തെ നിലവിളി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറയുന്ന ഷിപ്പുകളൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ഈ GCC രാജ്യങ്ങളിൽ ഇവർ പരുത്തുന്ന പരിക്കുകൾ, ആ പരിക്കുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ പണം ഉപയോഗിക്കും എന്നൊക്കെ ട്രംപ് പറയുന്നത്. ഇന്നലെയും GCC രാജ്യങ്ങളുടെ നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് വിജയകരമായിട്ടില്ല. എല്ലാം തന്നെ അതാത് രാജ്യങ്ങൾക്കുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അവരതിനെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ കുവൈറ്റിലും കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ കുവൈറ്റിലേക്കും ഒക്കെ ഡ്രോൺസിനെ അയക്കുന്നത്, ഇത് പ്രധാനമായിട്ട് ഇറാഖിൽ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നതെന്നാണ് കുവൈറ്റ് പറയുന്നത്. കുവൈറ്റും ഇറാനും അടുത്തടുത്തായതുകൊണ്ട് ഇറാഖും അടുത്തടുത്തായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇറാഖിൽ നിന്ന് തങ്ങളുടെ ഭീകരപ്രവർത്തകരെ ഉപയോഗിച്ച് ഇറാന് ഈ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. വളരെ ആക്റ്റീവായിട്ടുള്ള ഭീകരപ്രവർത്തകരുടെ ഗ്രൂപ്പ് ഇറാഖിലുണ്ട്. ആ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് കുവൈറ്റിനെ ആക്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ കുവൈറ്റിന് സാധിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക് നേരെ ഒന്നും കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല. ഒമാൻ്റെ നേരെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ നേരെയും ജോർദാൻ്റെ നേരെയും മിസൈലുകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഡിഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു നിലയിലാണ് കറണ്ട് ഈ സംഗതി പോകുന്നത്. ഡിപ്ലോമസി ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. ഇറാഖിൻ്റെ പ്രധാനമന്ത്രി ഡിപ്ലോമസിക്ക് ശ്രമിച്ചെങ്കിലും ഇറാൻ അത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.